നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ജയ് കീം അല്ലെങ്കിൽ കീം ജയ്, എനിക്കൊന്ന് 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെ 10ാം ക്ലാസ്സിന് മുമ്പ് തന്നെ എല്ലാവരും പറഞ്ഞ് കേട്ട് കുട്ടികളിൽ നിറയുന്ന സാധനമാണ് നീറ്റും ജെയും കീമും NDA എല്ലാം. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ സിമ്പിളായി ഒരു സാധാരണപ്പെട്ട ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ജെയ്, എന്താണ് കീം, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. രണ്ടും രണ്ടാണ്, എന്നാൽ എന്തൊക്കെയുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ. നമുക്ക് ആദ്യം നമ്മുടെ കീമിൽ നിന്ന് തുടങ്ങാം. കീം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമാണ്. കാരണം കേരളത്തിൻ്റെ എൻട്രൻസ് ആണ് കീം. കേരളത്തിൻ്റെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ്. എന്നാൽ അതിനകത്ത് എഞ്ചിനീയറിംഗ് അല്ലാതെ ആർക്കിടെക്ചറും B.Pharm ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത് വളരെ കാര്യമായ സബ്ജക്ട്സ് തന്നെയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഈ 3 വിഷയങ്ങളാണ്. ഫിസിക്സും കെമിസ്ട്രിയും ഫസ്റ്റ് പേപ്പറായിട്ടും മാത്സ് സെക്കൻഡ് പേപ്പറുമായിട്ടുമാണ്. മാത്സിന് വളരെ വെയിറ്റേജ് കൂടുതലുണ്ട്. മറ്റേത് രണ്ടും കൂടെ ചേരുന്ന വെയിറ്റേജ് മാത്സിന് ഒറ്റയ്ക്ക് വെയിറ്റേജ് ഉണ്ട്. മാത്സ് ഗംഭീരമാണെങ്കിൽ കീമിന് കയറിപ്പോവാം. ഇനി കീമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 50% മാർക്ക് നമ്മുടെ +2ൻ്റെ മാർക്കിൻ്റെ കൂട്ടത്തിൽ +2ൻ്റെ മാർക്ക് ആഡ് ചെയ്യും കീമിൻ്റെ സ്കോറിൻ്റെ കൂട്ടത്തിൽ. അതിൻ്റെ +2ന് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോടാണെങ്കിൽ, കീമിന് അത്യാവശ്യം സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് കീം ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അന്നേരം ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മൾ ഒരു ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ജെയെക്കുറിച്ച് നമുക്ക് പറയുന്നതിന് മുമ്പ് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും കീം, ഞാൻ ഉറപ്പിച്ച് പറയാം, നല്ലിടത്താണ് പഠിക്കുന്നത്, പരസ്യമോ സംഭവങ്ങളൊന്നും വേണ്ട, നിങ്ങൾ നല്ലിടത്താണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കീം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്താൽ എന്താണ് ഗുണം? കേരളത്തിലെ ടോപ്പായിട്ടുള്ള കോളേജുകളിൽ, ഗവൺമെൻറ് കോളേജുകളിൽ, പ്ലേസ്മെൻ്റ് ഉള്ള കോളേജുകളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അഡ്മിഷൻ ഉറപ്പിക്കാം. അതും മെറിറ്റ് അടിസ്ഥാനത്തിൽ. നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കീം എഴുതി നല്ല അത്യാവശ്യം +2 മാർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് B.Tech ആണ് അല്ലെങ്കിൽ B.Pharm ആകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പേപ്പർ മാത്രം എഴുതിയാൽ മതി, ഫിസിക്സും കെമിസ്ട്രിയും മാത്രം എഴുതിയാൽ മതി. നമ്മൾ സുരക്ഷിതമാണ് എന്നാണ്. അന്നേരം കീം ഞാൻ ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ വർഷങ്ങളായിട്ട് ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ്സുകൾ നടത്തുന്നതായതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയുമ്പോൾ കീം കിട്ടാൻ കുറച്ചുകൂടി ജെയ്യേക്കാട്ടിൽ ഏതായാലും 50% എളുപ്പമാണ് കീം. ഇനി ജെയിലേക്ക് വരാം. ജെയ് ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ്. കാരണം ഒരു ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഒരു നീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന എൻട്രൻസ് എക്സാമാണ് ജെയ് എന്ന് പറയുന്നത്. അന്നേരം ജെയ് എന്ന് പറയുന്നത് കിട്ടുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത്, മറ്റേത് നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജ് കിട്ടുന്നെങ്കിൽ മറ്റേതങ്ങ് പുലിയാണ്, ബാഹുബലിയാണ്. IIT NIT ഇതിലോട്ടൊക്കെയാണ് നമുക്ക് അവിടുന്ന് പ്രവേശനം കിട്ടുന്നത്. അന്നേരം IIT NIT പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വലിയ വലിയ കമ്പനീസ് നമ്മളെ കൊത്തിക്കൊണ്ട് പോകുന്നു പറയും. നമ്മളെ ഏത് പൈസയ്ക്കും വിലക്കെടുക്കുന്ന സംഭവം. കാരണം അത്രയ്ക്ക് ടോപ്പാണ്, അന്നേരം അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആണ്. ജെയ് 2 പരീക്ഷകളായിട്ട് നടത്തുന്നു, ജെയ് മെയിൻസും ജെയ് അഡ്വാൻസും. അവിടെയും ഇത് രണ്ടിനും കോമൺ ആയിട്ട്, കീമിനും ജെയ്ക്കും കോമൺ ആയിട്ട് പറയാവുന്ന കാര്യങ്ങൾ ഒറ്റ കാര്യമുള്ളൂ. രണ്ടും ഒരേ വിഷയങ്ങൾ തന്നെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. വെയിറ്റേജിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ള ഇച്ചിരി വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ജെയ് കുറച്ചുകൂടെ ടഫാണ്. കുറച്ചുകൂടെ നല്ല ടഫാണ്. ഏകദേശം 10 ലക്ഷം പേരോളം പരീക്ഷകൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് ജെയ്. നമുക്കറിയാം 26 ലക്ഷം പേരോളം എഴുതുന്ന നീറ്റ് ഉണ്ട്. 2ാം സ്ഥാനത്തേക്ക് നമുക്ക് ജെയ്യെ പരിഗണിക്കാം. അത്രയൊന്നുമില്ല, നമ്മുടെ കേരളത്തിലെ കുട്ടികൾ മാത്രം എഴുതുന്ന, അത്യാവശ്യം കേരളം അല്ലെങ്കിൽ മലയാളികൾ മാത്രം എഴുതുന്നതായിരിക്കും കീം എന്ന് പറയാം. ഇത് പക്ഷേ 10 ലക്ഷം പേരോളം എഴുതുന്നത് ഏകദേശം 2 ലക്ഷം പേരോളം ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നു. അതിൽ നിന്ന് നല്ല ശതമാനം പേര് NIT, IIT അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ടോപ്പായിട്ടുള്ള ഇടത്ത് പഠിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നു. അന്നേരം ജെയ് മോഹിച്ച് പോകുന്നവർക്ക്, നല്ല സ്വപ്നം കണ്ടു പോകുന്നവർക്ക്, ഡ്രീം കാണുന്നവർക്ക് അതുപോലെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെയ് ഉറപ്പിക്കാം. നിങ്ങൾക്ക് അതിനോടൊപ്പം നിങ്ങൾക്ക് കീം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അതാണ് സത്യം. വിച്ച് വൺ ഈസ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ രണ്ടും രണ്ടാണ്. 2 വിരൽ നമുക്കുണ്ടെങ്കിൽ 2 വിരലും 2 ഫണ്ട്സാണ്. ജെയ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് അമൂല്യമായ നിധിയാണ്. കാരണം IIT പഠിക്കുക എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡ്രീം ആയിരിക്കാം, അല്ലെങ്കിൽ NIT പഠിക്കുക എന്ന് പറയുന്ന കുട്ടിയുടെ ഡ്രീമാണ്. ആ ഡ്രീമിലേക്കാണ് നമ്മൾ കുതിച്ച് കയറുന്നത്. ഇനി കീം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. കേരളത്തിൽ തന്നെ പഠിക്കണം, അവിടുത്തെ നല്ല കോളേജിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ കീം. അന്നേരം വിച്ച് വൺ ഈസ് ബെസ്റ്റ് എന്ന് വെച്ചാൽ ബോത്ത് ആർ ബെസ്റ്റ്. ഇത് അതിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലാണ്. പക്ഷേ കുറച്ചുകൂടെ
നമുക്ക് ഹൈ ലെവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജെഇ തന്നെയാണ്, സംശയം വേണ്ട. കാരണം ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ്. പിന്നെ ഈ പറഞ്ഞ ഘടകങ്ങളിലൊക്കെ കിട്ടും. പ്ലേസ്മെൻറ്റ് അപാര പ്ലേസ്മെൻ്റ് ആയിരിക്കും. പിന്നെ ഇപ്പം എല്ലാത്തിലും കീമ് പഠിച്ചാലും ജെഇ പഠിച്ചാലും നമ്മളുടെ കോളേജിൽ പഠിച്ചാലും സ്കിൽ, അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടിരിക്കുക, സ്കില്ലുള്ള കുട്ടികൾ നന്നായി പെട്ടെന്ന് കയറി വരും. മാർക്കിൽ 99% മാർക്ക് മാത്രം ഉണ്ടായിട്ട് കമ്പനീസ് എടുക്കത്തില്ല. കാരണം കമ്പനീസ് എല്ലാം AI മാതൃകയിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് റോബോട്ടിക് സ്റ്റൈലിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അവർക്ക് നിങ്ങളിലൊരു സ്കില്ലുണ്ട്, പിക്ക് ചെയ്യും. സ്കില്ലില്ലെങ്കിൽ പല കമ്പനിക്കാരും വളരെ മെറിറ്റ് അടിസ്ഥാനത്തിന് എടുത്ത് കളയും. നമുക്കറിയാം, പല ക്യാമ്പസ് സെലക്ഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. TCS ഇൻഫോസിസോ ഒക്കെ CS പൊക്കിക്കൊണ്ട് പോകുന്നതിനകത്ത് സ്കില്ല്, പക്കാ സ്കിൽ. ചിലർക്ക് ഇംഗ്ലീഷും നല്ലപോലെ സ്കില്ലും ഉണ്ട്, ഇംഗ്ലീഷിൻ്റെ അപാര സ്കില്ലും ഉണ്ടെങ്കിലൊക്കെ അവർക്ക് പ്ലസ് പോയിന്റുകളാണ്. അന്നേരം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും കീം ജെഇനെ കുറിച്ചൊരു അടിസ്ഥാനപരമായ കാര്യം. അന്നേരം കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുക. നെവർ എവർ ഗിവ് അപ്പ്.